മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് വരികയാണ്. അണ്ണാ DMK നേതാവ് CV ഷൺമുഖത്തിന്റെ വീട്ടിൽ മുഖ്യമന്ത്രി ജോസഫ് വിജയ് എത്തിയിട്ടുണ്ട് എന്ന വാർത്തയാണ്. അതിന്റെ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. ഷൺമുഖത്തിന്റെ നേതൃത്വത്തിൽ 30 MLA-മാർ TVKയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച കാര്യം നമുക്കറിയാവുന്നതാണ്. ആ രീതിയിൽ അണ്ണാ DMK-യിലുണ്ടായ പിളർപ്പ്, അതിന് പിന്നാലെ രണ്ട് വിഭാഗങ്ങളായി മാറി TVKയ്ക്ക് പിന്തുണ നൽകുന്നു MLA-മാർ. അതിൽ കൂടുതൽ പിന്തുണയുള്ളത് 30 പേരുടെ പിന്തുണ അത് ഈ പറയുന്ന CV ഷൺമുഖത്തിന്റെ നേതൃത്വത്തിലാണ് TVK നൽകിയിരിക്കുന്നത്. മനേഷ് മൂർത്തി വിവരങ്ങളുമായി ചേരുന്നു അവിടെ നിന്ന് തത്സമയം. മനേഷ്, അണ്ണാ DMK പിളർന്ന് ആ പിളർപ്പിന് ശേഷം 30 പേരുടെ പിന്തുണയുമായാണ് ഷൺമുഖം TVKയ്ക്കൊപ്പം ചേർന്നത്, വിജയ്ക്കൊപ്പം ചേർന്നത്. അതിന്റെ നന്ദി സൂചകമായിട്ടാണോ ഇപ്പോഴത്തെ ഈ സന്ദർശനം വിജയുടെ? കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി പ്രജിൻ വലിയ തോതിലുള്ള മാറ്റങ്ങൾ, ട്വിസ്റ്റുകളാണ് തമിഴ്നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അണ്ണാ DMK-യുടെ 30 MLA-മാർ വിജയ്ക്ക് TVKയ്ക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. പരസ്യമായി തന്നെ രാവിലെ പ്രഖ്യാപിച്ചിരുന്നു. അതിനുശേഷമാണ്, അതായത് തനിക്ക് പിന്തുണ പ്രഖ്യാപിച്ച പാർട്ടികളെ അവരുടെ ഓഫീസിലെത്തി കാണുകയാണ് ഇപ്പോൾ വിജയ്. അത് ആദ്യം മുസ്ലിം ലീഗിൻ്റെ ഓഫീസിൽ പോയി, അതിനുശേഷം കോൺഗ്രസിൻ്റെ ഓഫീസിൽ പോയി, അതിനുശേഷമാണ് ഇപ്പോൾ CV ഷൺമുഖത്തിൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. ഇവിടെ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന CV ഷൺമുഖത്തെ പിന്തുണയ്ക്കുന്ന MLA-മാരുമുണ്ട്. എന്തായാലും ആ ഒരു പിന്തുണ കൂടി ഉറപ്പിക്കുകയാണ് വിജയ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 30 MLA-മാരാണ് അവർക്ക് പിന്തുണ നൽകിയിരിക്കുന്നത് എന്നാണ് CV ഷൺമുഖം രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ആ ഒരു പിന്തുണ കൂടി ഇനിയിപ്പോൾ TVKയ്ക്ക് ലഭിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അതിനെ മറികടക്കുന്നതിന് വേണ്ടി വിപ്പ് നൽകിയിട്ടുണ്ട് എടപ്പാടി K പളനിസ്വാമിയുടെ നേതൃത്വത്തിലുള്ള സംഘം. അവർ 17 പേരാണ്, 17 പേരുടെ MLA മാരുടെ പിന്തുണയാണ് EPS-നുള്ളത്. അവിടെ അഗ്രി KK SS കൃഷ്ണമൂർത്തിയുടെ നേതൃത്വത്തിൽ അദ്ദേഹമാണ് അവിടെ വിപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ MLA-മാർക്കും 47 MLA-മാർക്കും വിപ്പ് നൽകിയിട്ടുണ്ട്. ആ വിപ്പ് ലംഘിക്കുകയാണെങ്കിൽ നടപടി ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുമുണ്ട്. എന്തായാലും 2-1 ഭൂരിപക്ഷം അല്ലെങ്കിൽ 2-1 പേർ മാറുകയാണെങ്കിൽ വിപ്പ് നിലനിൽക്കില്ല. പക്ഷേ 32 വേണം. ഈ അണ്ണാ DMK-യുടെ കണക്കുകൾ വെച്ച് 47 ആണെങ്കിൽ 2-3 ഭാഗം വരണമെങ്കിൽ 3-2 ഭാഗം വരണമെങ്കിൽ എന്തായാലും ആ രീതിയിലുള്ള അംഗസംഖ്യ വേണം. പക്ഷേ അത്രയ്ക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിപ്പ് നിലനിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ തരത്തിൽ തന്നെയാണ് എന്തായാലും കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. പക്ഷേ നാളത്തെ ഒരു ഫ്ലോർ ടെസ്റ്റിൽ എന്തായാലും ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ഉറപ്പിക്കുന്നുണ്ട് വിജയ് എന്നുള്ളതാണ്. ഒരു ഭൂരിപക്ഷം, അതായത് ഒരു MLA TVKയുടെ ഒരു MLA പങ്കെടുക്കരുത്, ഫ്ലോർ ടെസ്റ്റിൽ പങ്കെടുക്കരുത് എന്ന മദ്രാസ് ഹൈക്കോടതിയുടെ നിർദ്ദേശം വന്നിട്ടുണ്ട്. അതിനെതിരെ സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട്. എങ്കിൽ കൂടിയും ആ കേസ് ഇപ്പോൾ ഇന്നെടുത്ത് നാളെ ആകുമ്പോഴേക്കും അതിലൊരു വിധി ഉണ്ടാകുമോ എന്ന് നമുക്ക് പറയാൻ വയ്യ. നിലവിൽ 119 പേരുടെ പിന്തുണയാണ് വിജയ്ക്കുള്ളത് അല്ലെങ്കിൽ TVKയ്ക്കുള്ളത്. ആ പിന്തുണ ഒരു പക്ഷേ നാളെ രാവിലെ ആകുമ്പോഴേക്കും ഒരു 30 MLA-മാരുടെ പിന്തുണ കൂടി വരാനുള്ള ഒരു സാധ്യത. അങ്ങനെയെങ്കിൽ 149 പേരുടെ പിന്തുണയോടുകൂടിയായിരിക്കും നാളെ ഫ്ലോർ ടെസ്റ്റിൽ ഈ പറഞ്ഞ തമിഴക വെട്ടിക്കഴകം വിജയിക്കാൻ പോകുന്നത്. അങ്ങനെ വലിയ തോതിലുള്ള ഒരു മാറ്റം എന്തായാലും തമിഴ് രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ നടക്കുന്ന രാഷ്ട്രീയ വികാസങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 30 MLA-മാർ വിപ്പ് ലംഘിച്ച് TVKയ്ക്ക് വോട്ട് ചെയ്യുമോ നാളത്തെ ഫ്ലോർ ടെസ്റ്റിൽ എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അതല്ലാതെ തന്നെ 119 പേരുടെ പിന്തുണ ഉള്ളതുകൊണ്ട് തന്നെ വിജയ്ക്ക് അവിടെ വിശ്വാസം നേടിയെടുക്കാൻ കഴിയും എന്ന ഒരു വിലയിരുത്തൽ കൂടി ഉണ്ട്. എന്തായാലും വളരെ നിർണായകമായ ചില നീക്കങ്ങൾ, അവിടെ രാഷ്ട്രീയ നീക്കങ്ങൾ തമിഴ്നാട്ടിൽ നടക്കുന്നു എന്നതാണ് ഈ മണിക്കൂറിലെ ശ്രദ്ധേയമായ വാർത്തകളിൽ ഒന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.